സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിയെ കോടതി മുറിയിൽ ആക്രമിക്കാൻ ശ്രമിച്ച അഭിഭാഷകൻ രാകേഷ് കിഷോറിനെ പുറത്താക്കി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ. രാകേഷ് കിഷോറിന്റെ താൽക്കാലിക അംഗത്വം അസോസിയേഷൻ റദ്ദാക്കി. ഐക്യകണ്ഠേനയാണ് അഭിഭാഷക അസോസിയേഷന്റെ തീരുമാനം. ഷൂ വലിച്ചെറിയാൻ ശ്രമിച്ച സംഭവത്തിൽ രാകേഷ് കിഷോറിനെതിരെ ബാംഗ്ലൂരു സിറ്റി വിധാൻ സൗദ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ചീഫ് ജസ്റ്റിസിന്റെ ചുമതല തടസ്സപ്പെടുത്താനായി ആക്രമണം നടത്തിയെന്നാണ് രാകേഷ് കിഷോറിനെതിരെ ചുമത്തിയ കുറ്റം. 0 എഫ്ഐആർ ആയതിനാൽ കേസ് ഡൽഹി പോലീസിന് കൈമാറും. അതിനിടെ ബി.ആർ. ഗവായിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ജാതി അധിക്ഷേപം നടത്തിയ ആൾക്കെതിരെ പഞ്ചാബ് പോലീസ് കേസെടുത്തു. ഗവായിക്കെതിരെ ആക്രമണ ശ്രമം നടന്നതിന് പിന്നാലെയായിരുന്നു ജാതി അധിക്ഷേപ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടത്. സർക്കാർ വക്താവാണ് കേസെടുത്ത വിവരം അറിയിച്ചത്. കഴിഞ്ഞ ദിവസമായിരുന്നു കോടതി മുറിക്കുള്ളിൽ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമമുണ്ടായത്. അഭിഭാഷകൻ രാകേഷ് കിഷോർ ആയിരുന്നു ഇതിന് മുതിർന്നത്. ജഡ്ജിമാരുടെ ഡയസിനടുത്തെത്തി രാകേഷ് കിഷോർ ഷൂ ഊരി ചീഫ് ജസ്റ്റിസിനെ എറിയാൻ ശ്രമിക്കുകയായിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ സമയോചിതമായി ഇടപെട്ട് അഭിഭാഷകനെ പുറത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സനാതനധർമ്മത്തിന് നേരെയുള്ള അപമാനം ഇന്ത്യ വെച്ചു പൊറുപ്പിക്കില്ല എന്ന് വിളിച്ചു പറഞ്ഞാണ് രാകേഷ് കിഷോർ ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്ക് നേരെ ഷൂ എറിയാൻ ശ്രമിച്ചത്. എന്നാൽ അഭിഭാഷകനെതിരെ കേസെടുക്കേണ്ട എന്ന നിലപാടാണ് ചീഫ് ജസ്റ്റിസ് സ്വീകരിച്ചത്. സംഭവത്തിൽ രാകേഷ് കിഷോറിനെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ സസ്പെൻഡ് ചെയ്തിരുന്നു. രാകേഷ് കിഷോറിന്റെ പ്രവൃത്തി കടുത്ത അച്ചടക്ക ലംഘനമാണെന്ന് സസ്പെൻഷൻ ഉത്തരവിൽ ഒപ്പിട്ട BCI ചെയർമാൻ മനാൻ കുമാർ മിശ്ര അഭിപ്രായപ്പെട്ടു. സുപ്രീം കോടതി ബാർ അസോസിയേഷനും സുപ്രീം കോടതി അഡ്വക്കേറ്റ് ഓഫ് റെക്കോർഡ് അസോസിയേഷനും സംഭവത്തെ അപലപിച്ചിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഭവത്തെ അപലപിച്ചിരുന്നു. ബി.ആർ. ഗവായിയുമായി താൻ സംസാരിച്ചെന്നും രാജ്യത്ത് ഇത്തരം നിന്ദ്യമായ പ്രവർത്തനങ്ങൾക്ക് സ്ഥാനമില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ചീഫ് ജസ്റ്റിസിന് നേരെയുണ്ടായ ആക്രമണം അപലപനീയമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എക്സിലൂടെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രതികരണം. ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണം രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ അന്തസ്സിനും ഭരണഘടനയുടെ ആത്മാവിനും നേരെയുള്ള ആക്രമണമായിരുന്നു എന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. അത്തരം വിദ്വേഷങ്ങൾക്ക് രാജ്യത്ത് സ്ഥാനമില്ലെന്നും അപലപിക്കപ്പെടേണ്ടതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ചീഫ് ജസ്റ്റിസിന് നേരെയുണ്ടായ ആക്രമണം നീതിന്യായ വ്യവസ്ഥയുടെയും നിയമവാഴ്ചയുടെയും നേരെയുള്ള ആക്രമണമാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പറഞ്ഞിരുന്നു. സംഘപരിവാർ നട്ടുവളർത്തിയ വിദ്വേഷത്തിന്റെ വിഷമാണ് സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് നേരെ ചീറ്റിയതെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണം.